പണ്ടെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ അല്ലല്ലോ. എന്തിനാ പടത്തിനൊക്കെ വിടുന്നേ, ജീവിതം ഇതായി പോകും, വലിയ ഭാവിയൊന്നും ഇല്ലാത്തതാണ്, പഠിത്തമൊക്കെ കളഞ്ഞിട്ട് പോകുന്നു, അങ്ങനത്തെയൊക്കെ ചിന്താഗതികൾ, അങ്ങനത്തെ ശരിക്കും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് എന്തായാലും റിലേറ്റീവ്സിൻ്റെ ഇതിലാണെങ്കിലും കുറേ തരത്തിൽ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും കുറേ രീതിയിൽ ഇങ്ങനെ ഇൻസൾട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പലരും. എന്തിനാ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ വിടുന്നതെന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് കിട്ടിയത്. എനിക്കിപ്പോഴും എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഇപ്പോഴും കറൻ്റ്ലി ഞാനതിന് അർഹനാണോ എനിക്കറിയില്ല. കാരണം ഞാനൊരിക്കലും ഞാനാണ് ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എന്നെക്കാളും നല്ലോണം അഭിനയിക്കാനുള്ള കുറേ അറിയിപ്പുണ്ട്. എന്തോ ദൈവഭാഗ്യം കൊണ്ടും എല്ലാം ഇതുകൊണ്ടും എനിക്ക് അന്ന് കിട്ടി. അത് ഭയങ്കര സന്തോഷമുള്ളൊരു, ഇപ്പോഴത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അന്ന് സ്റ്റേറ്റ് അവാർഡ് പിന്നെയല്ലേ അനൗൺസ് ചെയ്തത്? അതെ, സ്റ്റേറ്റ് അവാർഡ് പിന്നെ അനൗൺസ് ചെയ്തു. അപ്പം രണ്ടാമത് അവാർഡ് കിട്ടിയപ്പോൾ എന്തായിരുന്നു രണ്ടാമത് എനിക്ക് ഒട്ടും എനിക്കറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അനൗൺസ് ചെയ്ത് ന്യൂസ് വരുമ്പോഴാണ് ഞാൻ അറിയണത് എനിക്കാണെന്ന്. ആരും വിളിച്ചു പറഞ്ഞതിലൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് വന്നു കഴിഞ്ഞിട്ടാണ് അപ്പം തന്നെ നമ്മളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് അന്നത്തെ മിനിസ്റ്റർ ഫിലിമിൻ്റെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മോന് അവാർഡ് കിട്ടിയില്ല, വളരെ സന്തോഷമുണ്ട്, അപ്പം അതിൻ്റെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഐ വാസ് ഓൺ ക്ലൗഡ് 9 ആക്ച്വലി. എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു അവാർഡാണ്.